5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇന്നും ഇരുസഭകളും പ്രക്ഷുബ്ധമാകും. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ വർഷകാല സമ്മേളനം മുഴുവൻ നടപടി പൂർത്തിയാക്കാതെ നേരത്തെ പിരിയുകയായിരുന്നു. വോട്ടർ പട്ടികയും വോട്ട് മോഷണ ആരോപണവും ഒക്കെ ചർച്ച ചെയ്യാതെ സഹകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതേസമയം തന്നെ രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പാർലമെന്റിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികളും ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, ഏതായാലും ഇപ്പോൾ പാർലമെന്റ് ആരംഭിച്ചിരിക്കുന്നു. SIR ഉയർത്തി വലിയ പ്രതിഷേധം ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തുന്നു. വോട്ട് ചോരി മുദ്രാവാക്യം ഉയർത്തുന്നു പ്രതിപക്ഷം എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ മിനിറ്റുകളിൽ തന്നെ സഭ പ്രക്ഷുബ്ധമാവുകയാണോ? പാർലമെന്റ് 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും വോട്ട് ചോരിയിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ലോക്സഭയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ലോക്സഭയിൽ ചോദ്യോത്തര വേളയിലേക്ക് സ്പീക്കർ കടന്നെങ്കിലും നടുത്തളത്തിൽ ഇറങ്ങി നിന്ന് പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. രാവിലെ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ഇന്ത്യ പ്രതിപക്ഷ സഖ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് വോട്ട് ചോരി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു. പിന്നീട് പാർലമെന്റിന് അകത്ത് ഇപ്പോൾ വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ ലോക്സഭയിൽ വലിയ ബഹളവും പ്രതിഷേധം നടത്തുന്ന പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ചട്ടം 267 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. എന്തായാലും ഈ വോട്ട് ചോരി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ട് മോഷണ ആരോപണവും ഇത് രണ്ടും ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ലോക്സഭയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ലോക്സഭയിൽ ഈ സ്പീക്കർ പലതവണ പ്രതിപക്ഷവുമായി സംസാരിക്കുക, പ്രതിപക്ഷത്തെ എല്ലാ നിലയും വാൺ ചെയ്യുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ലോക്സഭ ഇപ്പോൾ വലിയ ബഹളമയമായിരിക്കുകയാണ്. ഇപ്പോൾ ലോക്സഭയിൽ ഇപ്പോഴും ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ ഇന്നലെ നടന്ന വാർത്താ സമ്മേളനം, ഈ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണമായും അത് BJPയുടെ നാവായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാറി എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതുകൂടാതെ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് ഇനിയിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസിനടക്കം നടത്താനുള്ള അത് വളരെ പ്രധാനപ്പെട്ടതാണ് സിബി. പ്രതിപക്ഷം വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് പോവുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇപ്പോൾ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.